നമസ്കാരം. പോലീസിന്റെ നായാട്ട് എന്ന സീരീസിൽ ഇതിനോടകം പുറത്തു വന്നേക്കുന്നത് 2 വീഡിയോയാണ്. ഈ 2 വീഡിയോയിലും നോക്കിക്കഴിഞ്ഞാൽ പോലീസുകാര് അവരുടെ യഥാർത്ഥ ജോലിയിൽ നിന്ന് വ്യതിചലിച്ച് വെറും ക്രിമിനൽസിനെ പോലെ പെരുമാറുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു വീഡിയോ പുറത്തു വന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. കുന്നംകുളത്ത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ പോലീസുകാരെ ചോദ്യം ചെയ്തു എന്നുള്ള കാരണത്താൽ കള്ളു കുടിച്ചിട്ട് വഴക്കുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ഉടുതുണി ഇല്ലാതെ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയും അവനെ അവിടെ ഇട്ട് അനാവശ്യമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു. അതിനുശേഷം ജാമ്യമില്ലാത്ത വകുപ്പൊക്കെയാണ് അയാളുടെ പേരിൽ എഴുതി ചേർത്തത്. എന്തോ ഭാഗ്യത്തിന് കോടതിയിൽ ചെന്നപ്പോൾ അയാൾ കള്ളു കുടിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് തെളിഞ്ഞു. അങ്ങനെ അയാളെ വെറുതെ വിട്ടു. അതിനുശേഷം ആ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങളെടുത്ത് 2 വർഷത്തിന് ശേഷമാണ് ആ വീഡിയോ പുറത്തു വരുന്നത്. 2 വർഷത്തോളം എടുത്ത് നിയമപോരാട്ടം നടത്തി ആ CCTV ദൃശ്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ? സാധാരണക്കാരൻ ചെന്ന് കഴിഞ്ഞാലൊന്നും ഈ സംഭവമൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇത്തരം തെളിവുകളൊന്നും തന്നെ കിട്ടത്തില്ല. വിവരാവകാശ വകുപ്പിനെ ബന്ധപ്പെട്ടു, പരാതി കൊടുത്തു, കുറെ നിയമപോരാട്ടം നടത്തി ഏറ്റവും ഒടുവിലാണ് ആ CCTV ദൃശ്യങ്ങളെങ്കിലും പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ളവർക്ക് ഇങ്ങനൊരു സംഭവം നടന്നു എന്നറിയാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പൊ അടുത്ത ദൃശ്യം പുറത്തു വരുന്നത് പീച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ നിന്ന് വെറും ഉപദ്രവത്തിന്റെ ദൃശ്യം മാത്രമല്ല, കൈക്കൂലിയുടെ ദൃശ്യവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലീസുകാര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത്തരം കാര്യങ്ങളെ നമ്മൾ വിലയിരുത്താറുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവം ഒന്നുമല്ല. ഇങ്ങനത്തെ സംഭവങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷേ പലരും പേടിച്ച്, ഇപ്പൊ സുജിത്ത് പേടിച്ച് മിണ്ടാതെ ഇരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം പുറത്തു വരത്തില്ലായിരുന്നു. ഈ ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ സുജിത്തിനോട് അന്യായം കാണിച്ചവരെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ദൃഢനിശ്ചയം കൊണ്ട് അയാൾ കഷ്ടപ്പെട്ടതുകൊണ്ടും നിയമ പോരാട്ടം നടത്തിയതുകൊണ്ടും ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പൊ പീച്ചി പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങളും പുറത്തു വരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്തു വരുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഭയപ്പെട്ട് പേടിച്ച് മിണ്ടാതെ ഇരിപ്പുണ്ട്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടവര്. കാരണം അവര് മിണ്ടത്തില്ല. അവർ മിണ്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവനും സ്വത്തിനും അപകടമാണെന്ന് അവർക്കറിയാം. അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം ധാരാളം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ പീച്ചി പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം എന്താണെന്നുള്ളത് നമുക്കൊരു വാർത്ത കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ആ നടക്കുന്ന ദൃശ്യങ്ങൾക്ക് പിന്നാലെയാണ് പീച്ചി സ്റ്റേഷനിലുള്ള പോലീസ് ദൃശ്യങ്ങളും പുറത്തു വരുന്നത്. പട്ടിക്കാട്ട് ലാലിസ് ഗ്രൂപ്പ് നടത്തുന്ന ഫുഡ് ആൻഡ് ഫണ്ട് ഹോട്ടൽ 2023 മെയ് 23 ഈ സംഭവം നടക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ എത്തിയവരുമായുണ്ടായ ഒരു തർക്കമാണ് ഈ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഹോട്ടൽ ജീവനക്കാർ തന്നെ പാലക്കാട് വണ്ടാഴി സ്വദേശിയായ ഒരാൾ പരാതിപ്പെടുന്നു. ഈ തർക്കത്തിന്റെ പേരിൽ സ്റ്റേഷനിലെത്തിയ ഹോട്ടൽ മാനേജർ റോണി ജോണിയെയും ഡ്രൈവർ ലിതിൻ ഫിലിപ്പിനെയും അന്നത്തെ SHO PM രതീഷിന്റെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ലാലിസ് ഗ്രൂപ്പ് ഉടമയായിട്ടുള്ള KP ഔസേപ്പ് പറഞ്ഞത്. നമുക്ക് ആദ്യം ആവശ്യം. അങ്ങോട്ടേക്ക് എത്തിയ ഔസേപ്പിന്റെ മകൻ പോൾ ജോസഫിനെ ഉൾപ്പെടെ SHO ലോക്കപ്പിൽ അടയ്ക്കുകയും പരാതി ഒത്തുതീർപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ ഒത്തുതീർപ്പിനായി പരാതിക്കാരൻ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇതിൽ 3 ലക്ഷം പോലീസിനാണെന്ന് ഈ പരാതിക്കാരൻ തന്നെ പറയുകയും ചെയ്തു. ഈ 5 ലക്ഷം രൂപയും CCTV ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചാണ് ഔസേപ്പ് കൈമാറുന്നത്. ആ ദൃശ്യം കൂടി കാണാം. പ്രേക്ഷകർ കണ്ടല്ലോ ആ ദൃശ്യങ്ങൾ. ഈ വിവരം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിലാണ് ഔസേപ്പ് വെളിപ്പെടുത്തിയത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുഖേന പോലീസ് സ്റ്റേഷനിലെ ഈ ദൃശ്യങ്ങൾ കിട്ടുന്നതിന് ഔസേപ്പ് അപേക്ഷിച്ചിരുന്നു. ഏതാണ്ട് 1 വർഷത്തോളം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ ദൃശ്യങ്ങൾ ലഭ്യമായത്. കുന്നംകുളത്ത് നമുക്കറിയാം എങ്ങനെയാണ് ആ ദൃശ്യങ്ങൾ പൂഴ്ത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. 2023 നടന്ന ഒരു സംഭവം, അതിൽ ഒരു നടപടിയും എടുക്കാതെ, ഒരു കുറ്റപത്രം പോലും നൽകാതെ പോലീസ് ഇങ്ങനെ പൂഴ്ത്തി വെച്ചു. ഏറ്റവും ഒടുവിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളം ഞെട്ടിയത്. അപ്പോൾ പീച്ചിയിലെ ദൃശ്യങ്ങൾ വരുമ്പോൾ, അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ പുറത്തു വരുമ്പോൾ വീണ്ടും നമ്മൾ ഞെട്ടുകയാണ്. കണ്ടില്ലേ, പൈസ അങ്ങോട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തൊരു സന്തോഷമാണ്. 5 ലക്ഷം രൂപ വാങ്ങിപ്പിച്ചു. 5 ലക്ഷം രൂപയിൽ 3 ലക്ഷം രൂപ പോലീസിനാണെന്ന്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. നമ്മൾക്കറിയത്തില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. സാധാരണക്കാരായിട്ടുള്ള നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് നീതി കിട്ടുമെന്നാണ്. വളരെ കുറച്ച് പോലീസുകാരുണ്ട്, വളരെ നന്മയുള്ള നല്ല രീതിയിൽ ജനങ്ങളെ സേവിക്കുന്ന പോലീസുകാരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അവരുടെ എണ്ണം കുറവാണ്. അവരെ പോലും മറ്റുള്ള പോലീസുകാർ വഴിതെറ്റിക്കും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അന്യായം സംഭവിച്ചു, ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നീതി വേണം, നിങ്ങൾക്ക് പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ പോലീസ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാനോ FIR ഇടാനോ സാധിക്കത്തില്ല.
അതാണ് യാഥാർത്ഥ്യം. പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ പരാതി എന്താണ്, നിങ്ങളുടെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരുടെയെങ്കിലും നിയമോപദേശം തേടിയതിനു ശേഷം മാത്രം പോലീസ് സ്റ്റേഷനിൽ പോവുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരാതി കൊടുക്കാനോ നിങ്ങളുടെ പരാതി അവർ സ്വീകരിക്കുകയോ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ നോർമലായിട്ട് എവിടെയെങ്കിലും കയറി ചെല്ലുമ്പോൾ പോലീസുകാർ നമ്മുടെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറാകാതെ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ FIR ഇടാൻ പറ്റത്തില്ല, അവിടെ പോ, ഇവിടെ പോ, കോടതിയിൽ പോ എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കും. അതാണ് സത്യം. ഇത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുവാണ്. നമ്മൾ വെറുതെ കയറി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്ക് ഒരുപാട് ലൂപ്പ് ഹോളുകളുണ്ട്. ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സാധാരണക്കാർ അറിഞ്ഞിരിക്കണം. നമ്മൾ വിചാരിക്കുന്നത് ഈ നിയമങ്ങളൊക്കെ തന്നെ പോലീസുകാർക്കും വക്കീലന്മാർക്കും മാത്രം പഠിക്കാനുള്ളതാണെന്നാണ്. അല്ല, നിയമം എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ രാജ്യത്തെ സിറ്റിസൺ ആണോ നിങ്ങൾ, ഈ രാജ്യത്തുള്ള നിയമങ്ങളെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള അറിവെങ്കിലും നമ്മൾക്കുണ്ടായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എവിടെ നിന്നും നീതി കിട്ടത്തില്ല. ഒരു സർക്കാർ സ്ഥാപനത്തിൽ കയറി ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള നിയമങ്ങളെ പറ്റിയിട്ടും നമ്മൾക്കുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേ സിമിലർ ആയിട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളെ ഓടിച്ചു വിടാൻ അവർക്ക് പറ്റത്തില്ല. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലും, പരാതി കൊടുക്കണം, എന്തെങ്കിലും ഒരു കേസുമായിട്ട് നമ്മൾ പോവാണ്, പരാതി കൊടുക്കണമെന്ന് പറയും. നമ്മുടെ ഭാഗം കേൾക്കാൻ പോലും അവർ തയ്യാറാവത്തില്ല. പലരും തയ്യാറാകാതെ പറയും ഇവിടെ പറ്റത്തില്ല, ഇത് നിസ്സാരമല്ലേ, ഇതിനൊന്നും ഈ വകുപ്പുകളൊന്നും ഇടാൻ പറ്റത്തില്ല, ഈ കേസൊന്നും ചുമത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിടും. അതൊരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അധികാരം വേണം, നിങ്ങൾക്ക് സ്വാധീനം വേണം, പണം വേണം. പണവും അധികാരവും സ്വാധീനവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും. നേരെ മറിച്ച് നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് പണമില്ല, അധികാരമില്ല, ഒന്നുമില്ല, ഒരു സ്വാധീനവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അറിവുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അറിവുണ്ടായിരിക്കണം, നിയമത്തെ പറ്റിയിട്ടുള്ള അറിവുണ്ടായിരിക്കണം. ബേസിക് ആയിട്ടുള്ള നോളേജ് എങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യത്തെ പറ്റിയിട്ടും ബോധമുണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരെതിർക്കുമ്പോൾ നമുക്ക് തിരിച്ചു പറയാം, ഇങ്ങനൊരു നിയമമുണ്ടല്ലോ, ഈ നിയമപ്രകാരം എനിക്ക് FIR ഇടാൻ പറ്റും, എൻ്റെ കേസിൽ FIR ഇടാൻ പറ്റും, എൻ്റെ കേസ് ജെന്യുവിൻ ആണ്, വാലിഡ് ആണ് എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഇനി സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പ്രിവിലേജുകളുണ്ട്. ആ പ്രിവിലേജുകൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പുരുഷന്മാർക്കും പ്രിവിലേജുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, നിയമത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് നിയമപരമായിട്ട് ഒരുപാട് സംരക്ഷണമുണ്ട്. ഈ സംരക്ഷണം എന്താണ്, നമ്മൾക്ക് എന്തൊക്കെ സുരക്ഷിതത്വം പോലീസുകാർ ഉറപ്പ് തരണം, ഇതൊക്കെ നമ്മൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ പോയിട്ട് അവരുടെ മുമ്പിൽ വാദിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പോലീസുകാരായിക്കോട്ടെ, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, സാധാരണക്കാരെ സേവിക്കാനാണ് അവരവിടെ പോയിരിക്കുന്നത്. അവർ പബ്ലിക് സർവൻസ് ആണ്. അതായത് നമ്മളെ സേവിക്കാനാണ് അവർ ആ ജോലിയിൽ പോയി ഇരിക്കുന്നത്. ആ ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, എപ്പോഴും ഉണ്ടായിരിക്കണം. അവരെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അവർ നമ്മളെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ടത്. കാരണം നമ്മളാണ് സത്യത്തിൽ ഡയറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കിക്കഴിയുമ്പോൾ നമ്മളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ജനങ്ങൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്നാണ് അവർക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനങ്ങളെയാണ് അവർ സേവിക്കേണ്ടത്. അവർ സേവിക്കേണ്ടത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയോ മറ്റ് അധികാരികളെയോ ഒന്നുമല്ല, പണത്തെയോ പവറിനെയോ ഒന്നുമല്ല അവർ സേവിക്കേണ്ടത്, പീപ്പിളിനെയാണ്, ജനങ്ങളെയാണ് അവർ സേവിക്കേണ്ടത്. ജനങ്ങളെ സേവിക്കാനാണ് അവർക്ക് ആ ജോലി കൊടുത്ത് അവിടെ വെച്ചേക്കുന്നത്. അപ്പൊ ജനങ്ങളെ സേവിക്കാൻ ജോലിയിൽ കയറിയവർ ജനങ്ങളെ ഉപദ്രവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടരുത്. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പലരും പേടിച്ചിട്ടാണ് പോകുന്നത്. പോലീസുകാരെ പേടിയാണ് പലർക്കും. പോലീസുകാരെ എന്തിനാണ് പേടിക്കേണ്ടത്? നമ്മളെ സേവിക്കാനല്ലേ അവർക്ക് ആ ജോലി കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ, കുറച്ചൊക്കെ നിയമത്തെ പറ്റിയിട്ടുള്ള അറിവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇതൊന്നും അറിയണ്ട, സാധാരണക്കാർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞ് ഒരു ബോധവും ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള തിരിച്ചടി പല സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു വിഭാഗമുണ്ട് രാഷ്ട്രീയക്കാർ. അവർ കണ്ടില്ലെന്ന് മാത്രമേ നടിക്കത്തുള്ളൂ. കാരണം അവർക്ക് എങ്കിൽ മാത്രമേ ബലമുള്ളൂ. അവരിപ്പോൾ അടിമകളാക്കി വെച്ചേക്കുകയാണ് പോലീസുകാരെ.
അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ സേവിക്കാനും വേണ്ടിയിട്ട് പോലീസുകാരെ അടിമകളാക്കി വെച്ചേക്കാണ് രാഷ്ട്രീയക്കാർ. പോലീസുകാർ ഇത്തരത്തിൽ പെരുമാറുന്നതിന്റെ കാരണം എന്താണ്? ശരിയായിട്ടുള്ള രാഷ്ട്രീയക്കാരല്ല ഭരിക്കുന്നത്. അപ്പോൾ ഭരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ നോക്കുകുത്തികളെ പോലെ നോക്കിയിരിക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് നീതിയൊന്നും കിട്ടത്തില്ല. നമുക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ നിയമത്തിൽ നിന്ന് മാത്രമേ നീതി കിട്ടത്തുള്ളൂ. ആ നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേസിക് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങൾ എപ്പോഴും സാധാരണക്കാര് ഉള്ളിൽ വെച്ചേക്കുക.